ഇന്ന് എൻ്റെ തിങ്കളുടെ 6ാമത്തെ പിറന്നാളാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. കുറച്ച് സാഹിത്യപരമായി തോന്നിയ ഗൈസ്. ബൈ ദ വേ, ബാക്ക് ടു മൈ നോർമൽ മൂഡ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കുഞ്ഞ് വാവ എൻ്റെ തിങ്കളാണ്. അതിനു മുമ്പ് ഞാനൊരു കുഞ്ഞു കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഡെലിവറി കഴിഞ്ഞൊരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഞ്ഞിനെ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ കുഞ്ഞിനെ ഞാനൊരു 3 മന്ത് വരെ എടുത്തിട്ടേ ഇല്ല. പാല് കൊടുക്കാൻ വരെ ഒരു തലയണ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് അമ്മയാണ് എനിക്ക് ഇവളെ പാല് കൊടുക്കാനൊക്കെ എടുത്ത് തരുമായിരുന്നത്. കാര്യം എനിക്കെൻ്റെ ആ ഫീലിംഗ് എങ്ങനെ പറയണമെന്നറിയില്ല. അവളിപ്പോൾ വളർന്ന് വലുതായി, അവൾക്ക് 6 വയസ്സായിരിക്കുന്നു. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല ഗായ്സ്. അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ നേരെ ചെവിയൊന്ന് എടുത്ത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ അതിന് ശേഷമായിരിക്കണമെന്ന് തോന്നുന്നു. അതിന് മുമ്പ് അമ്മയ്ക്ക് ഇവിടെ എൻ്റെ അടുത്ത് കിടത്താൻ വരെ പേടിയായിരുന്നു. ഞാൻ ഇനി കുഞ്ഞിനെ പുറത്ത് കയ്യോ കാലോ എടുത്തിടുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ അത്രയ്ക്കൊരു പൊടിക്കുഞ്ഞെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് വേണം പറയാം. ആ പൊടിക്കുഞ്ഞ് വലുതായി. ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ അവൾ 1ാം ക്ലാസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ? ചിലപ്പോൾ തോന്നും കുട്ടികളൊന്നും ഇത്ര പെട്ടെന്ന് വളരണ്ടായിരുന്നെന്ന് തോന്നും. അറിയില്ല, ഐ ഡോണ്ട് നോ. ഞാനൊരിക്കലും ഒരു നല്ല അമ്മയല്ല. ഞാനൊരു ദേഷ്യക്കാരിയും വാശിക്കാരിയും മടിച്ചുമൊക്കെ അമ്മയാണ്. പക്ഷേ എപ്പോഴും അവൾക്ക് എല്ലാ കാര്യത്തിലും ഞാൻ വേണം. നമുക്ക് അമ്മയാണ് മെയിൻ. അപ്പോൾ പൊതുവെ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എല്ലാ പിറന്നാൾ ദിവസത്തെയും പോലെ ഈ വർഷവും സദ്യയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിന് എല്ലാ പിറന്നാൾ ദിവസവും സദ്യ ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഈ 6 വർഷവും ഞാനത് മുടങ്ങാതെ ചെയ്തു പോകുന്നുണ്ട്. എൻ്റെ സന്തോഷം ആണെന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ കിച്ചണിൽ കയറാൻ മടിച്ച ഒരു വ്യക്തിയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഉത്സാഹത്തോടെയും കിച്ചണിൽ കയറുന്നൊരു ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളായിരിക്കും. എല്ലാ കറികളും വെച്ച് അവൾക്ക് ഇലയിലെല്ലാമൊക്കെ വിളമ്പി അവൾ കഴിക്കുന്ന കാണാൻ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അത് എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. എനിക്ക് വേറെ ഒരു ഫുഡ് ഐറ്റംസും അന്ന് ഇവിടെ പിറന്നാൾ ദിവസം ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് വരെ എൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സദ്യയാണ്. ഓക്കെ, ബൈ ഗൈസ്.